ലോക സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആ മെയിൻ പ്ലോട്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പടം കണ്ടവർ മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. അതിനു മുമ്പ് പടം കണ്ടിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ലിങ്ക് കമന്റിലുണ്ട്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു സൂപ്പർ ഹീറോ സിനിമയാണ് ലോക. കാരണം ഒരു സൂപ്പർ ഹീറോ മാത്രമല്ല ഈ യൂണിവേഴ്സിലുള്ളത്, ഒരുപാടുണ്ട്. അതിലൊരു 3 പേരെ മാത്രമേ നമ്മൾ ലോക ചാപ്റ്റർ 1 ചന്ദ്രയിൽ കണ്ടിട്ടുള്ളൂ. നീലി, ചാത്തൻ, ഒടിയൻ. ഇവർക്കെല്ലാം അപ്പുറം ഇവരുടെ എല്ലാം ചീഫ് എന്ന് പറയുന്ന ഒരാളെ കാണിക്കുന്നുണ്ട്, മൂത്തോൻ. ഈ മൂത്തോനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വഴിയെ പറയാം. ഈ ലോക സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ അപ്പുറം ഹോളിവുഡിക്ക് മേലെ എന്നൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും ഏകദേശം അതുപോലൊക്കെ വരും. ലോകം നമ്മൾ കാണുമ്പോൾ എന്താ വിചാരിക്കുന്നത്? കള്ളിയങ്കാട്ട്, നീലി, കടമറ്റത്, കത്തനാർ, ഒടിയൻ, ചാത്തൻ, മൊത്തം ഒരു കേരളമയം. എന്നാൽ ഈ കൺസെപ്റ്റ് കേരളത്തിലൂടെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ ലോകത്തിനും അപ്പുറത്തേക്കാണ്. ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ മറ്റൊരു ഗാലക്സിയിലേക്ക്. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം പറയാം. ഭൂമിയിലുള്ളവരെല്ലാം മനുഷ്യരാണ്. ഭൂമിയിൽ മനുഷ്യരുണ്ടായ കാലം മുതൽ ഇപ്പൊ വരെ മനുഷ്യന്റെ ശക്തിക്ക് അപ്പുറം ഒരു ശക്തി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവമാണ്. ആരാണ് ഈ ദൈവം? മനുഷ്യനേക്കാൾ കഴിവുകളുള്ള ഏത് ആപത്തിൽ നിന്നും അവരെ രക്ഷിക്കുന്ന ഒരു ദൈവിക ശക്തി. ദൈവം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം നോക്കുന്നത് മുകളിലേക്കാണ്, ആകാശത്തിലേക്ക്. ഹിന്ദു പുരാണങ്ങളിലും ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുകളിലുള്ളവനെല്ലാം കാണുന്നുണ്ട്, ദൈവം മുകളിലാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വളർന്ന കാര്യങ്ങളാണ്. മനുഷ്യരിൽ നിന്നും ദൈവങ്ങളെ വ്യത്യസ്തനാക്കുന്നത് കഴിവുകളാണ്. മെയിനായി പറഞ്ഞാൽ ദൈവത്തിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് അപ്രത്യക്ഷനാകാൻ സാധിക്കും. ഈ ഒരു കാര്യത്തെ നമ്മൾ ശാസ്ത്രീയമായി പറഞ്ഞാൽ ടെലിപ്പോർട്ടേഷൻ എന്ന് പറയും. ഏലിയൻ തിയറികൾ ടെലിപ്പോർട്ടേഷനെ പറ്റി പറയുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞു വരുന്നത് ആ തിയറിയെ കുറിച്ചാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് മെച്ചുവേർഡ് ആയിട്ട് പോസിറ്റീവായി എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഭൂമിയിൽ 3 തരത്തിലുള്ള ആൾക്കാരാണ് ഉള്ളത്. അതിലൊന്ന് ദൈവവിശ്വാസികൾ. ഇവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു, ദൈവത്തിന്റെ കഥകൾ ഉൾക്കൊള്ളുന്നു. 2 അവിശ്വാസികൾ അഥവാ എയ്ത്തിസ്റ്റുകൾ. ഇവർ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല, പകരം മനുഷ്യന്റെ ബുദ്ധി വികാസത്തിൽ വിശ്വസിച്ചു. ദൈവം എന്നത് മനുഷ്യൻ എഴുതിയുണ്ടാക്കിയ സാങ്കല്പിക സൃഷ്ടി മാത്രമാണെന്ന് അവർ വാദിച്ചു. നോർമലായി നടന്ന സംഭവങ്ങൾ ആരോ മസാലയിട്ട് എഴുതി പെരുപ്പിച്ച് കഥകളാക്കി. തലമുറകൾ മാറുന്തോറും ഈ കഥകൾ കൂടുതൽ എക്സാജറേറ്റഡ് ആയി എപ്പിക്കായി എന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ കഴിവുകൾക്ക് ഒരു പരിധി ഉണ്ടെന്ന് അവർ വാദിച്ചു. ഇനിയാണ് 3ാമത്തെ ആൾക്കാർ. ഇവർ കുറച്ച് വ്യത്യസ്തരായിരുന്നു. കാര്യങ്ങൾ കേട്ടപാടെ വിമർശിക്കാതെ ഇവർ അതിന്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി പഠിച്ചു. ഇവർ ദൈവത്തിലും എയ്ത്തിസ്റ്റുകളുടെ തിയറിയിലും ഒരുപോലെ വിശ്വസിച്ചിരുന്നു. ദൈവവിശ്വാസികൾ പറയുന്ന അമാനുഷിക കഴിവുകളുള്ള ദൈവത്തിന്റെ കഥകളും എയ്ത്തിസ്റ്റുകൾ പറയുന്ന മനുഷ്യന്റെ കഴിവുകളുടെ പരിമിതികളെയും പരിശോധിച്ച് അവർ എത്തിയിരുന്നത് മറ്റൊരു നിഗമനത്തിലാണ്: ഏലിയൻസ്. ആ 3rd ഗ്രൂപ്പാണ് ഏൻഷ്യന്റ് ആസ്ട്രോണൻ തിയറിസ്റ്റുകൾ. നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഏൻഷ്യന്റ് ആസ്ട്രോണൻ തിയറിയെ കുറിച്ചാണ്. ഇവർ പറയുന്നത് പുരാതന കാലത്ത് ഭൂമിയിൽ എത്തിയിരുന്ന അന്യഗ്രഹ ജീവികളെ മനുഷ്യർ ദൈവങ്ങളെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. അങ്ങനെ തെറ്റിദ്ധരിക്കാൻ കാരണം അവർക്ക് അമാനുഷികമായ ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു. പല പുരാണങ്ങളിലും മതഗ്രന്ഥങ്ങളിലും ക്ഷേത്രശില്പങ്ങളിലും കാണുന്ന ദൈവങ്ങളുടെ ചിത്രങ്ങൾ യഥാർത്ഥത്തിൽ ആ ഏലിയൻസിന്റെ രൂപങ്ങളും അവരുടെ സാങ്കേതിക വിദ്യകളും ആണെന്ന് ഇവർ വാദിക്കുന്നു. മനുഷ്യരുടെ കൾച്ചറൽ ഡെവലപ്മെന്റിൽ ആ കാലത്ത് പുരാതന അന്യഗ്രഹ സഞ്ചാരികൾ വലിയ പങ്ക് വഹിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വണ്ടേഴ്സ് ഓഫ് ദി വേൾഡിൽ പലതിലും ഏലിയൻസിന്റെ സംഭാവന ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇതിൽ മെയിൻ ആയിട്ടുള്ളത് 7 അത്ഭുതങ്ങളാണ്: പിരമിഡുകൾ, സ്റ്റോൺഹെഞ്ച്, മാച്ചു പിക്ചു, നാസ്ക ലൈൻസ്, മോയ് സ്റ്റാച്ചു, കൈലാസം, കൊണാർക്കിലെ സൂര്യക്ഷേത്രം. നമ്മൾക്കിതിൽ ആദ്യം പിരമിഡുകൾ എടുക്കാം. ലോകത്തിൽ തന്നെ ഏറ്റവും നിഗൂഢമായ സൃഷ്ടികളിൽ ഒന്നാണ് പിരമിഡുകൾ. മനുഷ്യനിർമ്മിതി എന്ന ഒറ്റ സാധ്യതയെ ശാസ്ത്രീയമായി പറയുന്നുള്ളൂവെങ്കിലും പിരമിഡുകളുടെ നിർമ്മാണത്തിൽ മനുഷ്യനപ്പുറമുള്ള ഒരു ശക്തി ഉണ്ടെന്ന് സയന്റിഫിക്കലി തെളിയിച്ചതാണ്. മനുഷ്യനല്ലാണ്ട് പിന്നാര്? അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഗീസയിലെ പിരമിഡ് എടുക്കാം. ഏകദേശം 2.5 മില്യൺ കല്ലുകൾ ഉപയോഗിച്ചാണ് ഈ പിരമിഡ് നിർമ്മിച്ചത്. ഓരോ കല്ലിനും ഏകദേശം 3 ടൺ മുതൽ 80 ടൺ വരെ ഭാരമുണ്ട്. ആ കാലത്ത്, അതായത് 4500 വർഷങ്ങൾക്ക് മുമ്പ്, ക്രെയിൻ, ബുൾഡോസർ, ലേസർ കട്ടിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഒന്നും തന്നെ ഇല്ലാതെ മനുഷ്യൻ എങ്ങനെ ഇതുപോലൊരു പിരമിഡ് ഉണ്ടാക്കും? ഇനി ഇതിന്റെ ജിയോമെട്രിക് പ്രിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിരമിഡിന്റെ ഓറിയന്റേഷൻ കൃത്യമായി നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആയി കാണാം. ഗ്രേറ്റ് പിരമിഡിന്റെ ബേസ് 230 x 230 m ആണ്. സൈഡുകളുടെ വ്യത്യാസം വെറും 2 സെന്റിമീറ്റർ മാത്രം. എന്നും അത്തരത്തിലൊരു കൃത്യതയിൽ ഇത് കൊണ്ടുപോകുന്നത് തന്നെ വലിയൊരു എഞ്ചിനീയറിംഗ് ചലഞ്ചാണ്. നടക്കത്തില്ല. കാലം ഇത്ര കഴിഞ്ഞിട്ടും അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ച് നമ്മളെ കൊണ്ട് അതുപോലൊന്ന് ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നൊരു കാര്യം, ഈ പിരമിഡുകൾ ഓറിയൻ ബെൽറ്റ് സ്റ്റാർസിനോട് അലൈൻ ചെയ്തിരിക്കുന്നു. ഇത്രയും പെർഫെക്റ്റ് അലൈൻമെന്റ് പ്രീ ഹിസ്റ്റോറിക് മനുഷ്യർക്ക് സാധ്യമല്ല. ഇതിന് പിന്നിൽ ഏലിയൻ പവറിന്റെ വലിയൊരു സാധ്യത ഉണ്ടെന്നാണ് ഈ തിയറി അനുമാനിക്കുന്നത്. ഇനി സ്റ്റോൺ ഹെഞ്ച്.
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൈലുകളോളം അകലെ നിന്ന് കൊണ്ടുവന്നതെന്ന് സ്ഥിരീകരിച്ച വൻ കല്ലുകൾ, ടൺ കണക്കിന് ഭാരമുള്ള കല്ലുകൾ വൃത്താകൃതിയിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിന്റെ ആകൃതി ചില നക്ഷത്ര സ്ഥാനങ്ങളെ സൂചിപ്പിക്കുന്നു. ഇതിനെപ്പറ്റി പറയുന്ന ഒരു തിയറി എന്താന്ന് വെച്ചാൽ, ഭൂമിയിൽ ഉണ്ടായിരുന്ന മനുഷ്യനെ ഗ്രഹനക്ഷത്ര പഠനം പഠിപ്പിക്കാൻ വേണ്ടി ഏലിയൻസ് സ്ഥാപിച്ചതെന്നാണ്. അടുത്തത് മാച്ചു പിക്ചു. ഇൻക സംസ്കാരത്തിന്റെ നഗരം എന്നറിയപ്പെടുന്ന മാച്ചു പിക്ചുവിൽ മലമുകളുടെ പാറക്കെട്ടിൽ വലിയ കല്ലുകൾ സിമെന്റ് ഇല്ലാതെ ഒരു ഹെയർലൈൻ ഗ്യാപ്പ് പോലും ഇല്ലാതെ മാച്ച് ചെയ്തിരിക്കുന്നത് കാണാം. തിയറിസ്റ്റുകൾ പറയുന്നത് ഇത്തരത്തിലൊരു സൃഷ്ടി മനുഷ്യനെ കൊണ്ട് ഒരിക്കലും പോസിബിൾ അല്ല, ഇതിനു പിന്നിലും ഏലിയൻസ് ആണെന്നാണ്. അടുത്തത് നാസ്ക ലൈൻസ്. മരുഭൂമിയിൽ കിലോമീറ്ററുകളോളം നീളമുള്ള മിസ്റ്റീരിയസ് ജിയോഗ്ലിപ്സ് അഥവാ ചിത്രങ്ങൾ. അതായത് കിലോമീറ്ററുകളോളം നീളത്തിൽ മനുഷ്യന്റെ, പക്ഷികളുടെ, മൃഗങ്ങളുടെ രൂപങ്ങൾ മരുഭൂമിയിൽ പെർമനന്റ്ലി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് താഴെ നിന്ന് കാണാൻ കഴിയില്ല. ആകാശത്ത് നിന്ന് എയർ വ്യൂവിൽ മാത്രമേ ഈ സംഭവം തെളിഞ്ഞു കാണൂ. ഇതേ ചിത്രങ്ങൾ ഏലിയൻസുമായി ബന്ധപ്പെട്ട് ഈജിപ്തിലും കാണാൻ കഴിയും. ഇതിനെപ്പറ്റി പറയുന്നത് നാസ്ക ലൈൻസ് ഏലിയൻസിലുള്ള ഒരു ലാൻഡിംഗ് സ്ട്രിപ്സ് ആയിരിക്കാമെന്നാണ്. അടുത്തത് ഈസ്റ്റർ ഐലൻഡിലെ മോയി സ്റ്റാച്ചു. 13-16 നൂറ്റാണ്ടുകൾക്കിടയിൽ നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ പ്രതിമകൾക്ക് ഏതാണ്ട് 80 ടണ്ണോളം ഭാരമുണ്ട്. ഈ പ്രതിമ എങ്ങനെ ആര് കൊണ്ടുപോയി അവിടെ വെച്ചെന്നത് ഇന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. ആ ചോദ്യം ചെന്നെത്തുന്നത് ഏലിയൻസിലാണ്. ഇനിയാണ് ഈ തിയറിയിലെ മെയിൻ. ഏലിയൻ സൃഷ്ടികളിൽ ഒരു മിത്തായി നിൽക്കുന്ന ഒന്ന് ഇങ്ങ് ഇന്ത്യയിലും ഉണ്ട്, കൈലാസം. ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. 8-ാം നൂറ്റാണ്ടിൽ രാഷ്ട്രകൂട രാജാവായിരുന്ന കൃഷ്ണരാജൻ ഒന്നാമന് ഒരു അസുഖം പിടിച്ചു. എത്ര ചികിത്സിച്ചിട്ടും അസുഖം മാറാത്തത് കൊണ്ട് ഒരു കടുത്ത ശിവഭക്തയായിരുന്ന രാജാവിന്റെ ഭാര്യ നേർച്ചയായി ഒരു പ്രതിജ്ഞ എടുക്കുന്നു. അവർ ആരാധിച്ചിരുന്നത് ഒരു വലിയ മലയുടെ ഏറ്റവും താഴെയുള്ള ഗുഹയിലെ ഒരു ശിവപ്രതിഷ്ഠയായിരുന്നു. അവരെടുത്ത പ്രതിജ്ഞ എന്താന്ന് വെച്ചാൽ, രാജാവിന്റെ അസുഖം മാറിയാൽ ആ പ്രതിഷ്ഠ ഇരിക്കുന്നിടത്ത് ഒരു വലിയ കൂറ്റൻ ക്ഷേത്രം നിർമ്മിക്കുമെന്നായിരുന്നു. അങ്ങനെ രാജാവിന്റെ അസുഖം അത്ഭുതകരമായി ഭേദമാകുന്നു. രാജ്ഞിയുടെ നേർച്ച പോലെ തന്നെ രാജാവ് ക്ഷേത്രം പണിയാൻ ആരംഭിക്കുന്നു. എന്നാൽ അത്രയും വലിയ മല തുറന്ന് ഒരു വലിയ ക്ഷേത്രം പണിയാൻ ആരും വന്നില്ല. അങ്ങനെ അവസാനം ഒരാൾ വന്നു, കൊക്കാസ്ഥാപതി. രാജ്ഞിയുടെ ആഗ്രഹം പോലെ ആ മല ഒരു കൂട്ടൻ ക്ഷേത്രമാക്കി തരാമെന്ന് കൊക്കാസ്ഥാപതി രാജാവിന് വാക്കുകൊടുക്കുന്നു. സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി മുകളിൽ നിന്ന് പാറ ചെത്തി ഗോപുരം ഉണ്ടാക്കി അങ്ങനെ ക്ഷേത്രം പൂർത്തീകരിച്ച് തരാമെന്ന് അയാൾ രാജാവിന് വാക്കുകൊടുക്കുന്നു. അങ്ങനെ 20 വർഷം പണിയെടുത്ത് മല തുറന്ന് അയാൾ രാജാവിന് ഒരു കൂട്ടൻ ക്ഷേത്രം ഉണ്ടാക്കി കൊടുക്കുന്നു. ആ ക്ഷേത്രമാണ് എലോറയിലെ കൈലാസ് എന്നാണ് ക്ഷേത്രം. 8-ാം നൂറ്റാണ്ടിൽ ഏതാണ്ട് 20 വർഷം സമയമെടുത്താണ് ഈ വലിയ കറുത്ത പാറ ചെത്തി 34 ഗുഹാക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയത്. ഈ ക്ഷേത്രം നിർമ്മിക്കാൻ ഏകദേശം 2 ലക്ഷം ടണ്ണോളം പാറയാണ് ചെത്തി മാറ്റിയത്. അങ്ങനെ 20 വർഷം കൊണ്ട് 2 ലക്ഷം ടൺ പാറ തുരന്നാണ് അവർ ഈ ക്ഷേത്രം പണിതെങ്കിൽ ഒരു ദിവസം അവർ കുറഞ്ഞത് 30 ടൺ പാറയെങ്കിലും തുരന്ന് മാറ്റണം. 30 ടൺ പാറ ഒരു ദിവസം കൊണ്ട് തുരന്ന് മാറ്റുക എന്നത് മനുഷ്യനെ കൊണ്ട് അസാധ്യമാണ്. ഈ ഉളികയും ചുറ്റികയും കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരേ സമയം പണിയെടുത്താൽ തന്നെ അത്രയും നടക്കത്തില്ല. എന്തിന് ഇന്നത്തെ ടെക്നോളജി വെച്ച് നോക്കിയാൽ പോലും അസാധ്യമാണ്. അപ്പോഴാണ് അന്ന് 1200 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം 30 ടൺ പാറ അവർ ചെത്തി മാറ്റിയത്. മനുഷ്യനെ കൊണ്ട് ഇത് അസാധ്യമാണ്. അഥവാ സാധ്യമാകണമെങ്കിൽ ഇന്നത്തെക്കാൾ അഡ്വാൻസ് ടെക്നോളജി അന്ന് ഉണ്ടായിരുന്നിരിക്കണം. അല്ലെങ്കിൽ മറ്റേതോ ശക്തി ഈ ക്ഷേത്രത്തിന്റെ സൃഷ്ടിയിൽ മനുഷ്യനെ സഹായിച്ചിരിക്കണം. അത് ഏലിയൻസ് ആണെന്നും പറയപ്പെടുന്നു. ഇതിനായി ചില ശാസ്ത്രീയ തെളിവുകളും അവർ നിരത്തുന്നു. 20 വർഷം സമയമെടുത്ത് മല തുരന്ന് പണിത ക്ഷേത്രത്തിൽ നിന്നും തുരന്നു മാറ്റിയെന്ന് പറയപ്പെടുന്ന 2 ലക്ഷം ടൺ പാറകൾ എവിടെ പോയി? അത് അവിടെ തന്നെ മാറ്റിയെങ്കിൽ ക്ഷേത്രത്തിന്റെ അതേ വലുപ്പത്തിൽ തന്നെ മറ്റൊരു മലയും ഉണ്ടായിരുന്നിരിക്കണം. എന്നാൽ മല പോയിട്ട് ആ പ്രദേശത്ത് നിന്ന് ആ ക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടി തുരന്ന പാറകളുടെ അംശം പോലും കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതെങ്ങോട്ടാണ് മാഞ്ഞു പോയത്? ഇതിന് അവർ മുന്നോട്ട് വെക്കുന്ന തിയറി ഏലിയൻസിനെ ചുറ്റിപ്പറ്റിയാണ്. ഇത്രയും കൊത്തുപണികളൊക്കെ ചെയ്ത് ഈ ചെറിയ സമയത്തിനുള്ളിൽ പാറ തുരന്ന് ക്ഷേത്രം പണിയാനും അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക ഇന്നത്തെ ലേസർ പോലുള്ള എന്തോ സാങ്കേതിക വിദ്യ ആവാം. അങ്ങനാണെങ്കിൽ ആ 2 ലക്ഷം ടൺ പാറ പൊടിയായി പോയി കാണാൻ ചാൻസ് ഉണ്ട്. ആ പ്രദേശത്ത് കൂടുതലായി പാറപ്പൊടികളും കാണപ്പെടുന്നു. അപ്പോ ഇതിനെല്ലാം പിന്നിൽ മനുഷ്യനപ്പുറമുള്ള ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. കൈലാസനാഥ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നതായുള്ള കെട്ടുകഥകൾ ഇപ്പോഴും ആ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ക്ഷേത്ര നിർമ്മിതിയിലെ ഏലിയൻസിന്റെ സാന്നിധ്യമാവാം ഇങ്ങനൊരു കഥയ്ക്ക് പിന്നിൽ. മനുഷ്യൻ അവരെ ദൈവമെന്ന് തെറ്റിദ്ധരിച്ചതാവാം. ഇവരുടെ രേഖകളിൽ ദൈവം ഏലിയൻസ് ആണെന്ന് പറയാൻ കാരണമായ തെളിവുകൾ അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിൽ പ്രധാനമായും ലീഡ് നിൽക്കുന്നത് ഹിന്ദു പുരാണങ്ങളാണ്. അതിലൊന്ന് വേദങ്ങളിലും രാമായണത്തിലും വരെ വിമാനങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് രാവണന്റെ പുഷ്പക വിമാനം. ഈ തിയറി പറയുന്നത് ഇവ യഥാർത്ഥത്തിൽ UFOകൾ ആയിരുന്നു എന്നാണ്.
2 ദേവാസുര യുദ്ധങ്ങൾ. ഈ ഒരു പാർട്ടിൽ മനുഷ്യന് മുകളിലുള്ള ദേവന്മാരും അസുരന്മാരും ഏലിയൻസ് ആണെന്ന് പറയപ്പെടുന്നു. കാരണം ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധങ്ങൾ പല ഗ്രന്ഥങ്ങളിലും ആകാശത്തിൽ വെച്ച് നടന്നതായാണ് പറയപ്പെടുന്നത്. അത് മാത്രമല്ല, പല വേദപാഠങ്ങളിലും ദേവന്മാർ ആകാശത്തിലെ പ്രകാശത്തിൽ നിന്നും ഭൂമിയിൽ എത്തുന്നതായി പറയപ്പെടുന്നു. അവരെത്തുന്നത് ആകാശരഥത്തിലാണെന്നും പരാമർശിക്കുന്നുണ്ട്. ഇതുപോലെ ദൈവങ്ങളുടെ കഥയും സന്ദർഭങ്ങളും നമ്മൾ ഏലിയൻസുമായി കണക്ട് ചെയ്താൽ ശരിക്കും നമ്മൾ ദൈവങ്ങളെന്ന് വിശ്വസിച്ചിരുന്നത് ഏലിയൻസിനെയാണോ എന്ന് വരെ സംശയിച്ചു പോകും. മനുഷ്യനെ സഹായിക്കുന്ന ഏലിയൻസിനെ ദൈവമെന്നും മനുഷ്യനെ ദ്രോഹിക്കുന്ന ഏലിയൻസിനെ അസുരൻ എന്നും ഈ തിയറിയിൽ പറയുന്നു. ഭൂമിയെയും മനുഷ്യനെയും കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന അസുരന്മാരെ ദൈവം ഇല്ലാതാക്കി ഭൂമിയെ മനുഷ്യനെയും സംരക്ഷിക്കുന്നു. ഇങ്ങനെ തങ്ങളെ ഓരോ ആപത്തിൽ നിന്നും രക്ഷിക്കുന്ന ദിവ്യശക്തികളെ ഭൂമിയിലുള്ള മനുഷ്യർ ദൈവം എന്ന് വിളിച്ചു. അവരെ ആരാധിക്കുന്നു. പുരാണങ്ങൾ അനുസരിച്ച് ഭൂമിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന അസുരന്മാരുമായി ദേവന്മാർ കാലാകാലങ്ങളായി യുദ്ധം ചെയ്യുന്നു. മനുഷ്യന് മുകളിലുള്ള ഈ ശക്തി ഏലിയൻസ് തന്നെ ആയിക്കൂടെ? കാരണം ഹിന്ദു പുരാണങ്ങളിലെ അസുരന്മാരുടെ രൂപം മനുഷ്യനിൽ നിന്നും ഒരുപാട് വ്യത്യസ്തവും വികൃതവുമാണെന്ന് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ ചില ദൈവങ്ങളും മനുഷ്യരിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ്. പല രൂപത്തിലുള്ള ദൈവങ്ങളുണ്ട്. സോ ദൈവങ്ങളും അസുരന്മാരും ഏലിയൻസ് ആണെന്ന് ഈ തിയറി അനുമാനിക്കുന്നു. ഈ തിയറിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ലോക സിനിമാറ്റിക് യൂണിവേഴ്സിനെ ഡീകോഡ് ചെയ്യാൻ പോവാണ്. നമുക്ക് തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചു വരാം. മൂത്തോൻ ലോക സിനിമയിൽ മെയിനായി കാണിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് മൂത്തോൻ. ഭൂമിയിലുള്ള പോസിറ്റീവ് പവേഴ്സിന്റെ ചീഫാണ് പുള്ളി. എല്ലാം നിയന്ത്രിക്കുന്നത് മൂത്തോനാണ്. ആരാണ് മൂത്തോൻ? മൂത്തോൻ ഒരു മിത്താണ്. ഐതിഹ്യമാലയിൽ കടമറ്റത്ത് കത്തനാരുടെ കഥയിൽ മൂപ്പനായി മൂത്തോനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കടമറ്റത്ത് കത്തനാർ വരെ ബഹുമാനിക്കുന്ന സകല ശക്തികളെ നിയന്ത്രിക്കുന്ന മൂത്തോൻ. അയാൾ ആരാണ്? മൂത്തോൻ അയാൾ ആരാണെന്നും എന്താണെന്നും ഒക്കെ ലോക സിനിമയുടെ ബിഗിനിങ്ങിൽ ഒരു ആനിമേഷൻ പോലെ കാണിക്കുന്നുണ്ട്. ആ കഥയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. പിന്നെ ഞാൻ ഈ പറയുന്നതിനൊപ്പം കാണിക്കുന്ന വിഷ്വൽസ് അത് സിനിമയിലേതല്ല. ഈ വിഷ്വൽസ് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി അതിന് സിമിലർ ആയ രീതിയിൽ റീക്രിയേറ്റ് ചെയ്തതാണ്. പടം ഇനിയും OTTയിൽ വരാത്തത് കൊണ്ട് ഒറിജിനൽ അതൊന്നും അവൈലബിൾ അല്ല, ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ അതുപോലെ ക്രിയേറ്റ് ചെയ്തു. അപ്പോ തുടങ്ങാം. മൂത്തോൻ ഒരു ഏലിയൻ ആണ്. ബില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു പ്ലാനറ്റിൽ നിന്നും ഭൂമിയിലെത്തിയ ഒരു ഏലിയൻ ആണ് മൂത്തോൻ. ആദ്യത്തെ ഫ്രെയിം ഇതാണ്. ഭൂമിയിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു പ്ലാനറ്റ്. അതിനെ നിയന്ത്രിച്ചിരുന്നത് ഒരു സ്ത്രീയായിരുന്നു. ഇവരെ മദർ എന്നറിയപ്പെടുന്നു. ഈ മദർ മിൽക്കി വേ ഗാലക്സിയിലെ ബില്യൺ കണക്കിന് വരുന്ന ഗ്രഹങ്ങളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗ്രഹം കണ്ടെത്താനും അതിൽ നിന്ന് എനർജി അപഹരിക്കാനും ആഗ്രഹിച്ചു. അതിനായി തന്റെ ഗ്രഹത്തിൽ തന്നെ ഏറ്റവും ശക്തനും എല്ലാ കാര്യങ്ങളിലും ജ്ഞാനമുള്ള ഒരു ഗോഡ്ലി പവർഫുൾ ആയ ഏലിയനെ തങ്ങളുടെ പ്ലാനറ്റിൽ നിന്നും മിൽക്കി വേ ഗാലക്സിയിലേക്ക് അയക്കുന്നു. ആ ഏലിയനാണ് മൂത്തോൻ. മൂത്തോൻ ഗോഡ്ലി പവർഫുൾ ആയ ഒരു ഏലിയനാണ്. അയാൾക്ക് മരണമില്ല. അങ്ങനെ മൂത്തോനോട് മദർ മിൽക്കി വേ ഗാലക്സിയിലേക്ക് പുറപ്പെടാൻ കൽപ്പിക്കുന്നു. ഈ ഫ്രെയിം തങ്ങളുടെ പ്ലാനറ്റിൽ നിന്നും മദറിന്റെ കൽപ്പനയ്ക്കനുസരിച്ച് മിൽക്കി വേയിലേക്ക് പുറപ്പെടുന്ന മൂത്തോന്റെ ദൃശ്യമാണ്. ഈ ഫ്രെയിമിൽ പുറപ്പെടുന്ന ഒരു സ്പേസ് ഷിപ്പും അതിനെ യാത്ര അയക്കുന്ന മദറിനെയും മദറിന്റെ മകളായ ഇഷ്തറിനെയും കാണാം. അടുത്ത ഫ്രെയിം ഏകദേശം ഇതേപോലെയുള്ള ഒരു ഫ്രെയിമാണ്. ആദിമ മനുഷ്യനെന്ന് തോന്നിപ്പിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് മൂത്തോൻ ചെല്ലുന്നതായി കാണാം. അതിനർത്ഥം തന്റെ പ്ലാനറ്റിൽ നിന്നും മിൽക്കി വേ ഗാലക്സിയിലെ ഏറ്റവും നല്ല ഗ്രഹം തപ്പി നടന്ന മൂത്തോൻ ഭൂമി കണ്ടെത്തി ഭൂമിയിൽ ലാൻഡ് ചെയ്തു. ഭൂമിയിലെത്തുന്ന മൂത്തോൻ ഇവിടെ പലതരത്തിലുള്ള ജീവന്റെ സ്രോതസ്സുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ കാര്യങ്ങൾ മദർ അറിഞ്ഞാൽ ഇവിടുത്തെ ജീവനുകൾക്ക് അത് ആപത്താണെന്ന് മൂത്തോന് മനസ്സിലാകുന്നു. മൂത്തോൻ തന്റെ ഷിപ്പ് നശിപ്പിക്കുന്നു. തന്റെ പ്ലാനറ്റിൽ നിന്നും മദർഷിപ്പുമായുള്ള എല്ലാ കണക്ഷനും വിട്ടുപോകുന്നു. അന്ന് അവിടെ ജീവിച്ചിരുന്ന ആദിമ മനുഷ്യരെ മൂത്തോൻ തന്റെ ഇന്നർ സോൾ പവർ കൊണ്ട് അവരുടെ ബ്രെയിൻ സെല്ലിൽ വികാസം വർദ്ധിപ്പിക്കുകയും അവരെ പല കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. അതുവഴി ഭൂമിയിൽ സ്വന്തമായി ചിന്തിക്കാൻ കഴിവുള്ള ഒരു വലിയ ഹ്യൂമൻ സിവിലൈസേഷന് മൂത്തോൻ തുടക്കം കുറിക്കുന്നു. അടുത്ത ഫ്രെയിം ഇതാണ്. മൂത്തോന് ചുറ്റും കുറെ ആദിമ മനുഷ്യർ അത്ഭുതത്തോടെ ഒരു പ്രകാശത്തെ നോക്കി നിൽക്കുന്നതായി കാണാം. ആ പ്രകാശമാണ് തീ. തീ എന്ന അത്ഭുത പ്രതിഭാസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് മൂത്തോൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മൂത്തോൻ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്തെങ്കിലും മദർ ഭൂമിയെ തപ്പിപ്പിടിച്ച് ഭൂമിയിലേക്ക് വന്നിറങ്ങുമെന്ന് മൂത്തോൻ അറിയായിരുന്നു. അതുകൊണ്ട് ഭൂമിയിൽ അത്ഭുത ജീവികളായ മനുഷ്യനെ സ്വയം പ്രാപ്തരാക്കുമായിരുന്നു. അങ്ങനെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മൂത്തോനെയും തനിക്ക് ലഭിക്കേണ്ട എനർജി സോഴ്സുകളെയും തിരഞ്ഞ് മദറും മദർഷിപ്പും മിൽക്കി വേ ഗാലക്സിയിലെ എല്ലാ ഗ്രഹങ്ങളിലും തിരഞ്ഞ് ഒടുവിൽ ഭൂമിയെ കണ്ടുപിടിച്ച് ലാൻഡ് ചെയ്യുന്നു. ആൾബലത്തിൽ ചെറുതായിരുന്ന മൂത്തോൻ മദറുമായി പോരാടിയാൽ തന്റെ ശക്തി ക്ഷയിക്കുന്നതല്ലാതെ യാതൊരുവിധ പ്രയോജനം ഇല്ലെന്ന് മനസ്സിലാക്കുന്നു. എന്നാലും ഭാവിയിൽ മദറുമായുള്ള യുദ്ധം മൂത്തോൻ ഉറപ്പിച്ചിരുന്നു. അതിനുവേണ്ടി മൂത്തോൻ തന്റെ സന്നാഹങ്ങളെയും തന്റെ ആളുകളെയും ശക്തമാക്കിക്കൊണ്ടേയിരുന്നു. ഈ ഫ്രെയിമിൽ മദറിന്റെ ആൾക്കാർ ഭൂമിയിലെ മനുഷ്യരെ ചൂഷണം ചെയ്യുന്നതായി കാണാം. അതിന്റെ കാര്യം ഭൂമിയിലെത്തിയ മദർ ഭൂമിയുടെ അനന്ത സാധ്യതകളെ കുറിച്ചും
എണ്ണിയാൽ ഒടുങ്ങാത്തത്ര എനർജി സോഴ്സുകളെ പറ്റി മനസ്സിലാക്കുന്നു. അങ്ങനെ ഭൂമിയിലെ മനുഷ്യരെ വെച്ച് അവർ അവരുടെ വാസസ്ഥലങ്ങൾ ഉണ്ടാക്കുന്നു. ഫോർ എക്സാമ്പിൾ പിരമിഡുകൾ. അത് ഈ ഫ്രെയിമിലും ക്ലിയർ ആണ്. അങ്ങനെ പിന്നെയും വർഷങ്ങൾ കടന്നുപോയി. മൂത്തോന്റെ ശക്തിയും ജ്ഞാനവും ആൾബലവും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. മദറിന്റെ പീഡനങ്ങൾ സഹിക്കാനാവാതെ മനുഷ്യർ ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരുന്നു. ഇത് തന്നെ തനിക്ക് പറ്റിയ സമയമെന്ന് മൂത്തോൻ മനസ്സിൽ ഉറപ്പിക്കുന്നു. അങ്ങനെ മൂത്തോൻ മദറുമായി ഏറ്റുമുട്ടുന്നു. ഗാലൻ കണക്കിന് ചോരയൊഴുകിയ ആ യുദ്ധത്തിൽ മൂത്തോൻ മദറിനെ തറം പറ്റിക്കുന്നു. മൂത്തോൻ മദറിനെ തടവിലാക്കുന്നു. മദറിനെ അന്ന് വരെ സേവിച്ചു കൊണ്ടിരുന്നവരെല്ലാം ഭൂമിയുടെ പല ഭാഗങ്ങളായി സ്ലീപ്പർ സെൽസിനെ പോലെ ഒതുങ്ങിക്കൂടുന്നു. പക്ഷെ അവരെല്ലാവരും ഒരുപോലെ കാത്തിരുന്നത് ഒരേ ഒരാൾക്ക് വേണ്ടിയായിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഒരു ഏലിയൻ ഷട്ടിൽ പസഫിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറേ അറ്റത്ത് വന്ന് പതിക്കുന്നു. അതിൽ നിന്നും ഒരു സ്ത്രീ പുറത്തു വരുന്നു. അതായിരുന്നു മദറിന്റെ മകൾ ഇഷ്തർ. മൂത്തോൻ വരെ പേടിച്ചിരുന്ന ഒരു ശക്തി. ആരായിരുന്നു ഇഷ്തർ? സ്വർഗത്തിന്റെ ദേവത എന്നറിയപ്പെട്ടിരുന്ന മെസപ്പൊട്ടോമിയൻ ദേവതയായിരുന്നു ഇഷ്തർ. മെസപ്പൊട്ടോമിയക്കാർ സംസ്കാരത്തിന്റെയും ഐശ്വര്യത്തിന്റെയും യുദ്ധത്തിന്റെയും ദേവതയായി ഇഷ്തറിനെ ആരാധിച്ചിരുന്നു. ഇത്തരത്തിലുള്ള അമാനുഷികരെ സുമേരിയക്കാർ ഒരു പേര് വിളിച്ചു, അനുനാക്കികൾ. അനുനാക്കി എന്ന വാക്കിന്റെ അർത്ഥം ആകാശത്തിൽ നിന്നിറങ്ങി വരുന്ന ദൈവങ്ങൾ എന്നായിരുന്നു. തിയറികൾ അനുസരിച്ച് നിബുറു എന്ന് പറയുന്ന രഹസ്യഗ്രഹത്തിൽ നിന്നും ഭൂമിയിലെത്തിയ ഏലിയൻ വംശമാണ് അനുനാക്കികൾ. അനുനാക്കി വംശത്തിലെ പ്രിൻസസ് ആയിരുന്നു ഇഷ്തർ. ഇഷ്തറിന്റെ അമാനുഷിക ശക്തികളെ കുറിച്ച് ഗിൽഗമേഷിന്റെ കൃതികളിൽ വരെ പ്രതിപാദിക്കുന്നുണ്ട്. ഇഷ്തറിനെ മരണമില്ലാത്തവളെന്നും പറയപ്പെടുന്നു. ഇതിനും ഒരു കഥയുണ്ട്. മദറിന്റെ ചൂഷണത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിച്ചത് മൂത്തോനായിരുന്നു. അങ്ങനെ അവരുടെ ലോകത്ത് വില്ലനായ മൂത്തോൻ ഭൂമിയിൽ വന്ന് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി മദറിനെ കൊന്ന് നല്ലവനാകുന്നു. അങ്ങനെ മനുഷ്യരുടെ വിശ്വാസം പിടിച്ചു പറ്റുന്നു. ഇതേ സമയം ഭൂമിയിലെത്തിയ ഇഷ്തർ മനുഷ്യരെ ബുദ്ധിപരമായി സമീപിച്ച് അവരെ തന്റെ സ്വാധീന വലയങ്ങളിൽ പെടുത്താൻ ശ്രമിക്കുന്നു. ഇതേ തകർക്കാൻ വേണ്ടി മൂത്തോൻ മനുഷ്യന്റെ കഴിവുകളെ കൂടുതൽ വളർത്തി ടെക്നോളജി കൊണ്ടുവന്ന് മനുഷ്യനെ കൂടുതൽ ബുദ്ധിയുള്ളവരും ഭൂമിക്ക് അധിപരുമാക്കാൻ ശ്രമിച്ചു. ഭൂമിയിലെ മനുഷ്യന്റെ അഡ്വാൻസ് ടെക്നോളജി ഭൂമിയിലുണ്ടായിരുന്ന ഏലിയൻസിനെ ലോക്കാക്കുന്നു. അങ്ങനെ കാലങ്ങൾ കഴിയുന്തോറും ഏലിയൻസ് ഒരു മിത്തായി മാറി. എന്നിരുന്നാലും ഭാവിയിൽ ഇഷ്തറുമായുള്ള യുദ്ധം മൂത്തോൻ ഉറപ്പിച്ചിരുന്നു. അതിനായി ഭൂമിയിലെ മറ്റ് ശക്തികളായ ഭൂതം, പ്രേതം, ചാത്തൻ, ഒടിയൻ, മാടൻ, ഗന്ധർവൻ എന്നീ ശക്തികളെ സംഘടിപ്പിച്ച് ഇഷ്തറിനെതിരെ പോരാടാൻ മൂത്തോൻ ഒരു ഫോഴ്സ് ഉണ്ടാക്കുന്നു. ഈ പറയുന്ന ചാത്തനും, ഒടിയനും, മാടനും, ഭൂതങ്ങളും വരെ ഏതോ കാലത്ത് ഭൂമിയിൽ എത്തിപ്പെട്ട് സ്പ്ലിറ്റ് ആയി പോയ ഏലിയൻസ് ആവാം. നമ്മൾ ഇതുവരെ പറഞ്ഞത് സിനിമയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളാണ്. ഇനി അതിന്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം.